നിങ്ങളെ എപ്പോഴെങ്കിലും ആരെങ്കിലും പൊണ്ണത്തടി എന്ന് വിളിച്ച് കളിയാക്കിയിട്ടുണ്ടോ? എന്റെ മോൻ തടിയനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇവനൊരു വെള്ളപ്പന്നിയാണല്ലോടാ. സോ എന്തിന്റെ ബേസിലാണ് ഈ പൊണ്ണത്തടി എന്ന് പറയുന്നത്? സോ ലെറ്റ്സ് ഗെറ്റ് ടു നോ അബൌട്ട് ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ BMI. നിങ്ങളുടെ BMI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നിങ്ങളുടെ വെയിറ്റ് ഡിവൈഡഡ് ബൈ നിങ്ങളുടെ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ് നിങ്ങളുടെ BMI. സപ്പോസ് നിങ്ങളുടെ വെയിറ്റ് 85 കിലോ എന്ന് വെക്കുക, 186 സെന്റിമീറ്റർ ആണ് നിങ്ങളുടെ ഹൈറ്റ് എന്ന് കൂട്ടുക. 85 ഡിവൈഡഡ് ബൈ 1.86 ഇൻ മീറ്റർ, അത് അപ്രോക്സിമേറ്റ്ലി ഒരു 24.6 കിട്ടും. ഈ 24.6 നോർമൽ ആണോ? നമുക്ക് നോക്കാം. നിങ്ങളുടെ BMI 18.5 താഴെയാണെങ്കിൽ നിങ്ങൾ അണ്ടർ വെയിറ്റ് ആണെന്നാണ് അതിനർത്ഥം. നിങ്ങളുടെ BMI 18.5 ടു 24.9 വരെ ആണെങ്കിൽ നിങ്ങളുടെ BMI നോർമലാണ്. നിങ്ങളുടെ BMI 25 ടു 29.9 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർ വെയിറ്റ് ആണ്. BMI 29.9 മേലെയാണെന്നെങ്കിൽ നിങ്ങൾ ഒബീസ് ആണെന്നാണ് അർത്ഥം. നിങ്ങൾ ഒബീസ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അബ്ഡോമിനൽ സർക്കംഫറൻസ് കൂടെ നിങ്ങൾ മെഷർ ചെയ്യാം. അബ്ഡോമിനൽ സർക്കംഫറൻസ് എങ്ങനെ മെഷർ ചെയ്യാം? ടേപ്പ് എടുക്കുക, നിങ്ങളുടെ ഈ പൊക്കിളിനെ താഴെയായിട്ട് വെച്ച് ടേപ്പ് പിടിച്ച് നോക്കുക. നിങ്ങളുടെ വേസ്റ്റ് സർക്കംഫറൻസ് എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് 102 സെന്റിമീറ്ററിൽ താഴെയും പെണ്ണുങ്ങൾക്ക് 88 സെന്റിമീറ്ററിൽ താഴെയുമായിരിക്കണം. സോ BMI കൂടുതലാണ്, നിങ്ങളുടെ വേസ്റ്റ് സർക്കംഫറൻസും കൂടുതലാണ്. ഇതെന്തെങ്കിലും ഡയഗ്നോസ് ചെയ്യുന്നുണ്ടോ? ഡയറക്റ്റ് ആയിട്ടൊന്നും ഡയഗ്നോസ് ചെയ്തില്ല, പക്ഷെ BMIയും അബ്ഡോമിനൽ സർക്കംഫറൻസും കൂടുതലുള്ളവരിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, കാർഡിയാക് അറ്റാക്ക്, ഇതിനെല്ലാമുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. BMI doesn't tell you about the മസിൽ മാസ് ആൻഡ് ഫാറ്റ് പെർസെൻറ്റേജ് ഇൻ യുവർ ബോഡി. ജിമ്മിൽ പോയി നല്ല ബൾക്ക് മസിൽസ് ഉള്ളവർക്ക് ചിലപ്പോൾ ഓവർ വെയിറ്റ് ആയിട്ടായിരിക്കും BMI കാണിക്കുന്നത്. സോ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ BMI നോർമൽ ആക്കണോ? സോ വാട്ട് യു ഡിസൈഡ്? ഹിറ്റ് ദ ജിം നൗ ഓർ വെയിറ്റ് അണ്ടർ ദ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ക്യാച്ച് യു.